പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാടൻ കാഴ്ചകളുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. മുൻപ് നമ്മൾ പാലക്കാട് ഫോർട്ട്, കൽപ്പാത്തി, ധോണി, ഫോറസ്റ്റ് ട്രക്കിംഗ് എല്ലാം കണ്ടിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ വയനാട് കഴിഞ്ഞാൽ പിന്നെ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് പാലക്കാട്. പാലക്കാട് ടൗണിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു കൊച്ചി ക്ഷേത്രവും തൊട്ടടുത്ത് തന്നെയുള്ളൊരു പാറക്കെട്ടും വയലും ചെറിയ കുളവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ. കൽപ്പാത്തി കണ്ടതിന് ശേഷം യാത്ര തുടർന്നു കല്ലേലിക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക്. കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കായി പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട 4 അംബികാ ക്ഷേത്രങ്ങളിലൊന്നാണ് കല്ലേലിക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രം. ജലത്തിൽ പ്രത്യക്ഷപ്പെട്ട അംബികയായതിനാൽ ഹേമാംബിക എന്നും അറിയപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ അകത്തറ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. കന്യാകുമാരിയിൽ ബാലാംബികയായും, വടകര ലോകനാഥ്കാവിൽ ലോകാംബികയായും, കൊല്ലൂരിൽ മൂകാംബികയായും, അകത്തറയിൽ ഹേമാംബികയുമായാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചത്. ശ്രീകോവിലെ പ്രതിഷ്ഠ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ 2 കൈപ്പത്തിയുള്ളതിനാൽ കൈപ്പത്തി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ഭാരതത്തിൽ കൈപ്പത്തി പ്രതിഷ്ഠയായുള്ള ഏക ക്ഷേത്രവും പാലക്കാട് ജില്ലയിലെ അകത്തറ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏമൂർ ഭഗവതി ക്ഷേത്രമാണ്. പ്രഭാതത്തിൽ സരസ്വതി ദേവിയായും, മധ്യാഹ്നത്തിൽ ലക്ഷ്മി ദേവിയായും, സന്ധ്യയ്ക്ക് ദുർഗാദേവിയായും ഹേമാംബികയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠകളൊന്നും തന്നെ ഇല്ലാത്തൊരു ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രത്തിന് ചുറ്റിനും കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് വൃത്താകൃതിയുള്ള ഒരു വലിയ കുളവും തൊട്ടടുത്തായി ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തടാകവും കാണാം. തടാകത്തിൽ പ്രതിഫലിക്കുന്ന ക്ഷേത്രത്തിന്റെ കാഴ്ചയുടെ ഭംഗി എങ്ങനെ വർണ്ണിച്ചാലും കുറഞ്ഞു പോകും എന്നത് തീർച്ച. ക്ഷേത്രത്തിൽ തൊഴുത് കാഴ്ചകളെല്ലാം കണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു മനോഹര പ്രദേശം കാണുവാൻ ഞങ്ങൾ പോയി. ആ കാഴ്ചകൾ കൂടെ കണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ് ചെയ്യുക. അവസരം കിട്ടുമ്പോൾ യാത്രകൾ തുടരുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യം. മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.